ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ തായ്ലൻഡ് യാത്രയുടെ വിശേഷങ്ങളാണ്. പെപെക്സ് ടോക്കിന്റെ കീഴിൽ നമ്മൾ 52 പേരാണ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് 6-ാം തീയതി പോയത്. കൊച്ചി എയർപോർട്ടിന്റെ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മളെത്തിയത് DMK എയർപോർട്ട്, ഡുവാൻ മാങ് എയർപോർട്ട്, ബാങ്കോക്ക്. മറ്റൊരു എയർപോർട്ടുള്ളത് സുവർണഭൂമിയാണ്. നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് DMK എയർപോർട്ടിലാണ്. സാധാരണ ബഡ്ജറ്റ് എയർവേസുകളൊക്കെ DMK എയർപോർട്ടിലാണ് ഇറങ്ങുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ എയർപോർട്ടിൽ ഒരു പള്ളി അന്വേഷിച്ച് പോയി. സുബഹിൻ്റെ നേരത്താണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോയി ഫ്രഷായി നിസ്കാരം കഴിഞ്ഞ് പോകാമെന്ന് കരുതി എയർപോർട്ടിലുള്ള ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ ഹാൻഡ് ഷവറൊന്നും അവിടെ ഇല്ല. വെള്ളത്തിൻ്റെ പരിപാടിയില്ല, തുടക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളി അന്വേഷിച്ച് പോയി. ഏതായാലും നിസ്കരിക്കണമല്ലോ. പള്ളി ഇപ്പോൾ അവിടെ നല്ല ബാത്റൂമിൽ ഷവറും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുള്ള പള്ളി. ഇതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ളതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാരുടെ അതേപോലെ തന്നെയുള്ള സൗകര്യങ്ങളും മറ്റൊക്കെ അവിടെ ഉണ്ട്. ഏതായാലും സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. നല്ല വിശാലമായ സൗകര്യം മറ്റൊക്കെ ഉള്ള പള്ളി. നമ്മുടെ നാട്ടിലുള്ള എയർപോർട്ടിൽ പോലും അത്ര സൗകര്യം നമ്മൾ കണ്ടിട്ടില്ല. അറബികളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം പള്ളിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എയർപോർട്ടിൻ്റെ ഉൾവശമാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗം ഡൊമസ്റ്റിക് എമിഗ്രേഷൻ്റെ ഏരിയ ആണ്. ഡൊമസ്റ്റിക് ചെക്ക് ചെയ്യുന്ന എമിഗ്രേഷനൊക്കെ ആ ഭാഗത്താണ്. നമ്മൾ വന്ന് ഇറങ്ങിയത് താഴ്ഭാഗത്താണ്, അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ വന്ന് താഴേക്ക് ഇറങ്ങിയത്. എമിഗ്രേഷനൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. അവിടെ നമ്മൾ താഴെ നിന്ന് കയറി ഡൊമസ്റ്റിക് ചെക്കിൻ ഭാഗത്തുള്ള ഈ പള്ളി സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അതിൽ തിരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാണ്. നമ്മുടെ ബസ് അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നത് വിശാലമായ എയർപോർട്ടാണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ നേരത്തെ വന്ന് ഇറങ്ങിയത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇതിലാണ് ശരിക്ക് ഇമിഗ്രേഷൻ നമുക്ക് നേരിട്ട് ഇവിടെയാണ് എത്തുന്നത്. ഇഷ്ടംപോലെ എക്സ്ചേഞ്ച് ഉണ്ട്. നമ്മൾ ലിഫ്റ്റ് വഴിയാണ് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അവിടെയാണ് ബസ് പാർക്ക് ചെയ്തിട്ടുള്ളത്. എക്സിറ്റൊക്കെ അവിടെ തന്നെയാണുള്ളത്. എൻട്രൻസ് ആണ് ഇപ്പം നേരത്തെ നമ്മൾ കണ്ടത്. എക്സിറ്റ് അണ്ടറിലാണ് ശരിക്കുള്ളത്. ഈ എക്സലേറ്റർ വഴിയാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വന്നത്. മുകളിൽ നിന്ന് ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് വിസൻ്റെ ആവശ്യമില്ല, നേരിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പോയി അവിടെ നിന്ന് ഓൺ അറൈവൽ വിസ പാസ്പോർട്ടിൽ അപ്പോൾ തന്നെ അടിച്ചു തരും. അതിന് പ്രത്യേക ഫീസൊന്നുമില്ല. ഡിസംബറിലായതുകൊണ്ട് അടുത്ത ജനുവരി മുതൽ ഫീസ് ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ സ്റ്റാർബക്സും അതുപോലെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഈ എയർപോർട്ടിൽ തന്നെ ഉണ്ട്. ഈ ബാങ്കോക്ക് എന്ന് പറയുന്നത് അറബികൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു എയർപോർട്ടാണ്. തായ്ലൻഡിലെ ബാങ്കോക്ക് എന്ന് പറയുന്ന സ്ഥലം. ബാങ്കോക്ക് ടൗണിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അറബിയിലാണ് ഒരുപാട് നമുക്ക് എഴുതിയത് കാണാൻ കഴിയുക. ബോർഡുകളും ഷോപ്പിൻ്റെ ബോർഡുകളും അതുപോലെ മറ്റൊക്കെ അറബിയിൽ ഇഷ്ടംപോലെ, അറബി നാട്ടിൽ പോയതുപോലെ തോന്നും. നമ്മൾ പുറത്തിറങ്ങി ബസ്സിലാണ് പോകുന്നത്. ഡബിൾ ഡെക്കർ ബസ്സാണ്. നല്ല സൗകര്യമുള്ള ബസ്, നല്ല റോഡാണ്, നല്ല സൗകര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ അടുത്ത് മെട്രോ സൗകര്യമുണ്ട്. ഇതൊക്കെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ആണ്. താഴെയും മുകളിലുമൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളുണ്ട്. രാവിലെ സമയമായതുകൊണ്ട് തിരക്കൊന്നുമില്ല. നല്ല സുഖമായിട്ട് പോകാൻ പറ്റിയ ടൈമാണ്. ഭാഗം പാലവും ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഏരിയ തന്നെയാണ്. എയർപോർട്ടിൻ്റെ വിവിധങ്ങളായ സെക്ഷനുകളാണ് ഈ ബിൽഡിങ്ങുകളിലൊക്കെ ഉള്ളത്. തായ്ലൻഡ് നല്ല ഒരു മനോഹരമായ രാജ്യമാണ്. തായ്ലൻഡ് എന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും വെറും പട്ടായ മാത്രമാണ് ഓർമ്മ വരിക. പട്ടായയിൽ തന്നെ പല സംഗതികളും ഉണ്ട്, പക്ഷെ അതൊന്നും ആർക്കും അത്ര ഓർമ്മ വരില്ല. ആവശ്യമില്ലാത്ത സംഗതി കൊണ്ട് അങ്ങ് അറിയപ്പെട്ടതാണ്. പക്ഷെ ആവശ്യമുള്ള പല കാര്യങ്ങളുണ്ട് പട്ടായയിലും ബാങ്കോക്കിലും. ഫുക്കറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പോകാനുണ്ട്.
ഇവിടെ മെട്രോയുടെ ഒരു സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മെട്രോ എടുത്ത് പോവാം. ഞാനിപ്പോൾ മെട്രോയിലെ ബസ്സിലെ കാണുന്നു. നമുക്ക് ഫുൾ AC ബസ്സാണ്. ഒരു സിറ്റി ബസ്സാണ്. ബസ്സിലും മെട്രോയിലും നമ്മൾ കയറുന്നില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ബസ്സിൽ തന്നെ നമ്മളെ കൊണ്ടുപോകും, കാണിക്കുകയൊക്കെ ചെയ്യും. നമുക്കതിന് പ്രത്യേകിച്ച് കാശ് ചിലവൊന്നുമില്ല. എയർപോർട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് എയർപോർട്ടിലെത്തുന്നവരെയുള്ള എല്ലാ സൗകര്യങ്ങളും, ഹോട്ടല്, ഭക്ഷണം, അതുപോലെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള കാഴ്ച കാണാനുള്ള ടിക്കറ്റ് എല്ലാം ഫ്രീയാണ്. ഗൾഫിൽ ഒക്കെ ഒരു പോയ പ്രതീതി തന്നെയാണ് നമ്മൾ ടൗണിലൊക്കെ കാണാൻ സാധിക്കുന്നത്. നല്ല വൃത്തിയുള്ള ഒരു ടൗണാണ്. നല്ല വൃത്തിയാണ്. എവിടെയും അങ്ങനെ വൃത്തികേട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നല്ല വൃത്തിയുള്ള ടൗണാണ്. ഗൾഫിലൊക്കെ പോലെ തന്നെ നല്ല ചുറ്റുഭാഗം നല്ല ടൗണാണ്. നല്ല വൃത്തിയുള്ള ടൗണാണ്. നല്ല നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. വിശാലമായ സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യനെ അപേക്ഷിച്ച് ഒരുപാട് മുകളിലാണ് തായ്ലൻഡ് ഉള്ളത്. ഇത് ഒരു മെട്രോ സ്റ്റേഷനാണ്. അത് നല്ല റോഡുകളാണ്. നല്ല റോഡുകളും നല്ല ബിൽഡിങ്ങുകളും വിശാലമായ സൗകര്യങ്ങളാണ്. ഇപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് റോഡൊക്കെ തിരക്ക് കുറവാണ്. നമുക്ക് വളരെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. തായ്ലൻഡിലെ ഭാഷ തായ് തന്നെയാണ്. തായ് തന്നെയാണ് ഭാഷയുടെ പേര്. പിന്നെ ബാത്ത് എന്നാണ് കാശ്. ഇന്ത്യൻ റുപ്പി എന്നുള്ളതിന് പകരം ബാത്താണ്. ബാത്ത് ഇന്ത്യനേക്കാൾ മൂല്യമുണ്ട്. ഒരു ബാത്ത് ഇന്ത്യയുടെ 2.5 രൂപ ഉണ്ട്. അപ്പം ഇന്ത്യനേക്കാൾ അത്യാവശ്യം മൂല്യമുണ്ട്. നിസാന്റെ ഒരു ബിൽഡിംഗാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിസാന്റെ ഷോറൂമുണ്ട്. തായ്ലൻഡിൽ വന്നപ്പോഴേക്ക് നമുക്ക് സൗണ്ടിനൊക്കെ പ്രോബ്ലമായി. ചെറിയ അസുഖം മറ്റൊക്കെ വന്നു. കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതാണ്. സൗണ്ട് ഇപ്പോൾ ശരിയായി വരുന്നുള്ളൂ. BYD നല്ലൊരു കമ്പനിയാണല്ലോ, കാറിൻ്റെ വലിയ കമ്പനിയാണ്. BYDയുടെ കാറുകൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. BYD നല്ല കാറുകളാണ്. നല്ല കാണാൻ നല്ല രസമുള്ള കാറുകളാണ്. ഇവിടെ ഒരു ചെറിയൊരു മാള് കാണുന്നുണ്ട്. അത്ര വലുതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു മാള് അവിടെ കാണുന്നുണ്ട്. നല്ല എല്ലാ സ്ഥലത്തും പാലങ്ങളും നല്ല നല്ല റോഡുകളും നല്ല ബിൽഡിങ്ങുകളും നല്ല ഗൾഫ് ഒരു രീതിയിൽ തന്നെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല. തായ്ലൻഡ് അത്യാവശ്യം നല്ല ഏകദേശം നമ്മൾ എത്തിത്തുടങ്ങി. നമ്മൾ ഈ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് നമ്മുടെ ബസ് കാണാട്ടോ. ഡക്കർ ബസ്സാണ്. സൂപ്പർ ബസ്സാണ്. ഇതുപോലുള്ള ബസ് നമ്മുടെ നാട്ടിൽ പറ്റുമെന്ന് അറിയില്ല. ഈ ഹോട്ടലിലാണ് തൽക്കാലം നമുക്ക് രാവിലെ ഭക്ഷണത്തിനൊക്കെ ഉള്ള ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ആവാൻ വേണ്ടി ഓരോരുത്തർക്ക് റൂം സൗകര്യം തന്നിട്ടുണ്ട്. ഒരു റൂമിൽ 2 പേര് എന്ന രൂപത്തിൽ. ഇതാണ് റൂം. നല്ല സൗകര്യമുള്ള റൂമാണ്. പക്ഷെ ഇത് തൽക്കാലമാണ്. ഇതിനേക്കാൾ വിശാലമായതും മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ ഹോട്ടലിലേക്കാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് തൽക്കാലം നമുക്ക് ഫ്രഷ് ആവാനും മറ്റൊക്കെ 2 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഈ റൂം നമുക്ക് തന്നിട്ടുള്ളത്. 2 മണിക്കൂർ ഫ്രഷായി നമുക്ക് ഭക്ഷണവും കഴിച്ചിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങും. അങ്ങനെയാണ് റൂട്ട് തന്നിട്ടുള്ളത്. കൂടുതൽ സമയം റെസ്റ്റ് എടുക്കാനൊന്നും ഇവിടെ പറ്റില്ല. യാത്ര തുടരുകയാണ്. ഫസ്റ്റ് നേരിട്ട് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്കാണ് പോകുന്നത്. 2 ദിവസം പട്ടായയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ബാങ്കോക്കിൽ വന്ന് ബാങ്കോക്ക് സിറ്റി ടൂറും മറ്റുമൊക്കെ അതിന് ശേഷമാണ് ഉണ്ടാവുക. അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ പട്ടായ എത്തി. പട്ടായയിൽ ആദ്യം തന്നെ നമ്മൾ സൂയിലാണ് പോയിട്ടുള്ളത്. നമ്മുടെ പുലിയണ്ണൻ്റെ കൂടെയുള്ള ടൈഗറിൻ്റെ കൂടെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരവസരം. അതാണിപ്പോൾ ഈ പട്ടായയിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്. ഇവിടെ ടൈഗർ ഇതുപോലെയുള്ള കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഒരു വലിയ സൂ അങ്ങനെയൊന്നുമല്ല. പ്രധാനമായിട്ടും
ഈ ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെയാണ് ഇവിടെ പ്രധാനം. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവർ തന്നിട്ടുള്ളതാണ്. ഇതിന് എനിക്ക് തോന്നുന്നു 250 ബാത്താണ് ഒരാൾക്ക് ചാർജ്. ടൈഗർ ടോപ്പിയ ഇതാണ് അതിൻ്റെ പേര് കേട്ടോ. ഈ സൂവിൻ്റെ പേര് ടൈഗർ ടോപ്പിയ സൂ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ കടന്നും ഇരുന്നും മറ്റൊക്കെ അവർ തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. അവർ കൂടെ ആളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയുണ്ട്. എന്നാലും അവർ പറയുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഒന്ന് കൊടുക്കുകയാണ്. ഏതായാലും വേറെയും ഇവിടെ അങ്ങനെ നടന്ന് കുറച്ച് കാണാനൊക്കെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും കേളോ തന്നെ എന്തൊക്കെ കയ്യിലൊക്കെ വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതിന് 100 ബാത്താണ്. ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ 250 ബാത്താണ്. ഒരു ബാത്ത് പറഞ്ഞാൽ 2.5 ഇന്ത്യൻ രൂപയാണെന്ന് പറഞ്ഞല്ലോ. അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. പിന്നെ ഇവിടെ മറ്റു പലതും ഉണ്ട്. ഇതങ്ങനെ നടന്ന് കാണാനൊക്കെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കാണാനും പറ്റത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ ചെറിയ ടൈഗർ കുഞ്ഞുങ്ങളുണ്ട്. കുട്ടികളെ കൂടെയും മറ്റൊക്കെ മടിയിലൊക്കെ ഇരുത്തി അതിനെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യമാണ് അവിടെ കാണുന്നത്. 400 ബാത്താണെന്ന് തോന്നുന്നു അതിനെ അവർ ചാർജ് ഈടാക്കുന്നത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് മടിയിൽ വെച്ച് തരും ടൈഗർ കുഞ്ഞുങ്ങളെ. ബേബി ടൈഗർ അതുകൊണ്ടല്ലേ മടിയിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. 400 ബാത്താണ് അതിന് ചാർജ് ആക്കുന്നത്. നമ്മളതിങ്ങനെ കണ്ടുപോകുന്നു. അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം കാശ് കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്ന സംഗതിയാണ്.
Okay, let's go. Let's go back to the bus, please. Go, Pride. ഓക്കെ, എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇതുപോലെ ബഗ്ഗിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, അങ്ങോട്ടും അതുപോലെ തന്നെയാണ് പോകുന്നത്. ആ ബഗ്ഗിയിൽ കൊള്ളുന്ന ആളുകളായി കഴിഞ്ഞാൽ കൊണ്ടുപോകും. എൻട്രൻസിൽ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയി നമ്മൾ ബസ്സിൽ തന്നെ തിരിച്ചു കയറി. 52 ആളുകളുണ്ട് ബസ്സിൽ. 2 വയസ്സായ ചെറിയൊരു കുഞ്ഞൊക്കെ ഉണ്ട്, കുറച്ച് ഫാമിലികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കയറി പോകുന്ന ആ ഒരു കുറച്ച് ടൈമൊക്കെ ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് ടൂറൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. എന്നാലും നമ്മൾ നല്ല ആളുകൾ ഒക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും പരസ്പരം സഹകരണവും ഒക്കെ ആയതുകൊണ്ട് തന്നെ എവിടെയും അങ്ങനെ കൂടുതൽ ഡിലേ ഒന്നും വന്നിട്ടൊന്നുമില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാ ഏരിയയിലും പോകാനും മറ്റൊക്കെ സാധിച്ചു. ഇതുപോലത്തെ ബഗ്ഗിയിലാണ് നമ്മൾ പോകുന്നത്. എൻട്രൻസിലേക്കാണ് പോകുന്നത്. എൻട്രൻസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും വന്നു. നമ്മൾ ബസ് കയറാൻ പോവാണ്. ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് ഇനി മറ്റേതോ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഗൈഡ് ഉണ്ട്, സൈലൻറ്റുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഗൈഡ്. അവർ ഓരോ സ്ഥലത്തേക്ക് നമ്മളങ്ങനെ കൊണ്ടുപോകും. ഇവിടെ ഒരു കടൽ തീരമൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് നിർത്തുന്നില്ല. അവർ പറയുന്നുണ്ട് ഇപ്പം നിർത്തുന്നില്ല, നാളെ ഞങ്ങളെ കടലിലേക്ക് കൊണ്ടുപോകാം. കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കടലിൽ ഇറങ്ങാനുള്ള സ്ഥലം. അവിടെ നമ്മൾ കടലിൽ ഇറങ്ങി നമുക്ക് കുളിക്കാനും കളിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം നമുക്ക് കിട്ടും. അപ്പോൾ നാളെയാണ്, ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. Hello chick, hello, 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 hello chick, hello, hello chick, hello, hello. എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ അപ്പച്ചിന്റെ യാത്ര ഇന്ന് എല്ലാവരും സ്റ്റേക്ക് ചെയ്തിട്ട് ആരാണ് പാടുന്നത് എല്ലാം റെഡി ആയിക്കണോ? എന്തൊരു പണം Tomorrow we're going to the Coral Island. Please take a look. We got a platform like that. Take a speedboat, and also we have to take 2 stops for 3 stops tomorrow. And now we are going to visit the temple Buddha on the mountain. Then you have everyone must have energy, na? So everybody have to walk. Step. വരച്ചാലും കുമ്പിട്ടു നീ പേടിച്ചാലും കാണുന്നതും ഒന്ന്. ഇത് ബാങ്കോക്കിലുള്ള ഒരു ബുദ്ധക്ഷേത്രമാണ് കേട്ടോ. ഗോൾഡൻ ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രം. ഗോൾഡൻ ബുദ്ധ ക്ഷേത്രം ഇത് ബാങ്കോക്കിലാണ്. ഇത് പട്ടായയിലല്ല, ബാങ്കോക്കിലാണുള്ളത്. ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് അത് ഞാൻ അതിൻ്റെ കൂടെ പറയുന്നത് മാത്രം. ഇത് ലാസ്റ്റ് ഇത് ബാങ്കോക്കിലെത്തുമ്പോൾ വീണ്ടും ഇത് കാണും. ഇത് ഗോൾഡൻ ബുദ്ധ. ബുദ്ധന്മാരാണ് തായ്ലൻഡിൽ 95% ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു 5% മുസ്ലിങ്ങളും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റുള്ള മതസ്ഥരൊന്നും അവിടെ അങ്ങനെ ഇല്ല
എന്ന് കേട്ടു. ഇത് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. 5 ക്വിൻ്റൽ സ്വർണ്ണ മറ്റുമാണ് ഇവിടെ ഈ ബുദ്ധൻ്റെ ഈ വലിയ പ്രതിമക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. പുറത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ ഉള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ല രസമാണ്. ഇവിടുന്ന് ഇത് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് സിറ്റി മുഴുവനും ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ബാങ്കോക്കിലാണ്, പട്ടായയിലല്ല. याद आ गई मेरे याद में तो है मेरे हाब में तो है मेरे हर खुशी तो है मेरे जानशी तो है നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ. ഇത് ബിവർലി ഹോട്ടൽ പട്ടായ എന്നുള്ള ഈ വലിയ ഒരു ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്നും നാളെയും 2 ദിവസം. ഏകദേശം ഈവനിങ് ആയി. ഇന്നും നാളെ ഒരു ദിവസം ഫുള്ള് ഇവിടെയുള്ള മറ്റ് കോറൽ ഐലൻഡ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി വന്നിട്ട് നാളെയും കൂടെ ഇവിടെ താമസിക്കും. മറ്റന്നാൾ രാവിലെ ഇവിടുന്ന് ബാങ്കോക്കിലേക്ക് പുറപ്പെടും. അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഹോട്ടലാണ്. വലിയ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല അമ്പരച്ചുംബികളായ ഹോട്ടലുകളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല വിശാലമായ സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആകുമ്പോൾ പല സംവിധാനങ്ങളും അവിടെ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പറ്റുന്നതും പറ്റാത്തതും നമുക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും പലതും ഉണ്ടാകും. കാരണം പല രാജ്യക്കാരും പല ദേശക്കാരും പല മതസ്ഥരും പല വിധത്തിലുള്ള നാനാജാതി ആളുകൾ വരുന്നതാണ്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ ഉണ്ട്. താഴെ തന്നെയാണ് വിശാലമായ സ്വിമ്മിംഗ് പൂൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു സമയം ആവശ്യം നമുക്കില്ല. മുകളിൽ കുറച്ച് പ്രൈവസിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമാണ്. ഏതായാലും അതിന് ടൈമും ഇല്ല. നമുക്ക് ഇതിന് ഉപയോഗിക്കാനുള്ളൊരു ടൈമും അപ്പോൾ ഇല്ല. ഇത് അൽഖാദർ ഷോ എന്ന് പറയും. അൽഖാദർ ഷോ പട്ടായയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോ ആണ്. അത് കാണേണ്ടതാണ്. നല്ല ജനങ്ങളുണ്ട്. അത് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഭയങ്കരമായ ഒരു ഷോ ആണ്. ഷോ പറഞ്ഞാൽ പിന്നെ വെറുതെ ഒരു ഡാൻസോ അങ്ങനെ അല്ല. അതിൻ്റെ ആ ഒരു സെറ്റപ്പാണ്. ഓരോന്നും കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടം കിടക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നിച്ച് മാറുന്ന രൂപത്തിൽ. അതെനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ പലതും ഞാൻ എടുത്ത വീഡിയോ അല്ല, ചിലത് മാത്രമേ ഞാൻ എടുത്തതുള്ളൂ. മറ്റ് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ചില വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിൽ ഉൾപ്പെടാത്ത പല ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഷോൻ്റെ ഭാഗങ്ങളൊന്നും ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതെല്ലാം ഷോ കാണേണ്ടതാണ്. നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു ഡാൻസ് അങ്ങനെയല്ല. വിവിധ രൂപത്തിലുള്ള കലാരൂപങ്ങൾ നമുക്കവിടെ ആസ്വദിക്കാൻ കഴിയും. വെറും ആസ്വാദനമല്ല, അവരുടെ ആ ഒരു സെറ്റപ്പ് അത്രമാത്രം അതിൻ്റെ പിന്നിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ടൈമാണ്, ഡിന്നറാണ് രാത്രി. ഹോട്ടലിൽ നമ്മൾ നേരത്തെ കാണിച്ച ഹോട്ടലിൽ തന്നെ ബഫേ സിസ്റ്റമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് അവിടെ വിശാലമായ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. അതുപോലെ വിഭവങ്ങളുണ്ട്. നമുക്ക് പറ്റുന്നത് എടുത്ത് നമുക്ക് കഴിക്കാം. ഇത് പിന്നെ നമുക്ക് ഭക്ഷണം ഇതിപ്പോൾ രാവിലത്തെ ഭക്ഷണമാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിൻ്റെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാനെടുത്ത വീഡിയോ തന്നെയാണ്. ഭക്ഷണം ഞാൻ കഴിച്ച ശേഷം കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊരു വീഡിയോ അങ്ങനെ എടുത്തതാണ്. ഇത് ഡിന്നറല്ല, ഇത് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ
ആ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് മറ്റെന്താണ് കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. പട്ടായയിലാണ്, പട്ടായ സിറ്റി. ഈ പട്ടായ സിറ്റിയിലാണ് കോറൽ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഒരു വിശാലമായ സ്ഥലമാണ്. ഈ കടലിൽ പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല. ഇത് പട്ടായ സിറ്റിയിലുള്ള ഇതാണ് കോറൽ ഐലൻഡ്. ഇവിടെ നിന്ന് ബസ് നമ്മൾ ഇവിടെ നിർത്തും. എന്നിട്ട് കോറൽ ഐലൻഡിലേക്ക് ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകും. അങ്ങനെയാണ്. ഇത് പട്ടായ സിറ്റിയാണ്. സിറ്റിയിലുള്ള ഒരു കടൽ പ്രദേശമാണ് ഈ ഭാഗം. കോറൽ ഐലൻഡ് ഇവിടെ നിന്ന് നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ ബോട്ടിൽ കയറി പോകുന്നത് നമുക്ക് കാണാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചില ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. അവിടെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ നമുക്ക് ഈ പാക്കേജിൽ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോറൽ ഐലൻഡ് എത്തി. ഈ കോറൽ ഐലൻഡ് ഇപ്പോൾ കണ്ടില്ല, ഇതിപ്പോൾ കടലിൻ്റെ ഇടയിലാണ്, കടലിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. അപ്പുറം കാണുന്നതൊക്കെ കടലാണ്. ഇത് കടലിൻ്റെ നടുവിൽ ഇതിന് വേണ്ടിയിട്ടൊരു സംവിധാനമുണ്ട്. പാരച്യൂട്ടിൽ നമുക്ക് ആകാശത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കും. സംവിധാനത്തിൻ്റെ ചുറ്റുഭാഗം ഒരു റൗണ്ട് ഇങ്ങനെ അടിക്കും. അതിന് അവർ ചാർജ് ഈടാക്കുന്നത് 800 ബാത്താണ്. 800 ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2000 രൂപ. ഏകദേശം 2000 രൂപ ആണ് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ അവർ കൊണ്ടുപോകും. തിരിച്ച് ഒരു സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കയറുമ്പോൾ കെട്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ മറ്റ് ആക്ടിവിറ്റികളുണ്ട്. കടലിൻ്റെ അടിയിലൂടെ നടക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അവർ തരും. ഞാനതിന് പോയിട്ടില്ല. അതിനൊക്കെ വേറെ ചാർജുണ്ട്. 1600 മറ്റേ ബാത്താണ് അതിന് ചാർജ്. പാക്കേജായിട്ട് എടുക്കുമ്പോൾ 1200 എങ്ങാനും കിട്ടും. അതായത് ഞാനതിന് പോയിട്ടില്ല. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇങ്ങനെയുള്ള ചില അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റി അങ്ങനത്തേനൊക്കെ പൈസ കൊടുക്കണം. അല്ലാത്ത ഇതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. വേറെയും 4 ആക്ടിവിറ്റിയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. അതിന് നമ്മൾ കുറച്ച് കടലിലൊക്കെ ഒന്ന് ഇറങ്ങി കടലിൽ കുളിച്ചും കളിച്ചും കുറച്ച് സമയം ചിലവഴിക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. ഹോട്ടലിലേക്ക് പോയി ഇന്ന് ഹോട്ടലിൽ അവിടെ വിശ്രമിച്ച് നാളെ രാവിലെ ബാങ്കോക്കിലേക്ക് പോകാനാണ് പരിപാടി. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല എന്താണ് ഇവിടുത്തെ വൃത്തി, അടിപൊളി സ്ഥലങ്ങളാണ്. കാണേണ്ട സ്ഥലങ്ങളൊന്നാണ് ഇതൊക്കെ. നമ്മൾ കോറൽ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്ത് കൊണ്ട് നമ്മൾ തുടങ്ങിയ ബസ് നിർത്തിയിട്ട് നമ്മൾ കയറിപ്പോയതല്ല, തിരിച്ച് അതേ സ്ഥലത്തേക്ക് എത്താൻ പോവാണ്. പട്ടായ സിറ്റി എന്നൊക്കെ എഴുതിയ സ്ഥലത്തേക്ക് എത്താൻ പോവാണ്. സ്പീഡ് ബോട്ടിൽ കയറുമ്പം ഒരു 4 ആളുകൾക്ക് മാത്രം മുന്നിൽ കയറിയിരിക്കാം. ആ മുന്നിൽ കയറിയിരിക്കുന്നതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളിലായിരുന്നു. തിരിച്ചിങ്ങോട്ട് കയറിയപ്പോൾ മുന്നിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഓടിച്ചാടി കയറി മുന്നിലിരുന്നതാണ്. അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇതായിരുന്നാലും നല്ല ഒരു ട്രിപ്പായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. നല്ല എൻജോയ്മെൻറ്റ് ഉള്ള അടിപൊളി ട്രിപ്പായിരുന്നു ഉണ്ടായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയാൽ ബസ് കയറി പോവുകയാണ്. ഡിന്നർ കഴിക്കണം. ഹോട്ടലിലെത്തി പിന്നെ ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയാണ്. പായസമുണ്ട്, അതുപോലെ മറ്റേ ചോറ്, മറ്റേ മീനുണ്ട്, പൊരിച്ചത്, ചിക്കനുണ്ട്. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചൊക്കെ കഴിക്കാം. പൊതുവേ ചോറും മീന് ഒക്കെയാണ് ഞാൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യൻ രീതിയിൽ തന്നെയാണ് കൂടുതലും ഭക്ഷണങ്ങളൊക്കെ അതിൽ തയ്യാർ ചെയ്തിട്ടുള്ളത്. അച്ചാറിന് പല ഐറ്റം അച്ചാറുകളുണ്ട്, ഒരുപാട് ഐറ്റം അച്ചാറുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് വിശാലമായ സ്ഥലമുണ്ട്, അവിടെ ഇരുന്നിട്ട് കഴിക്കാവുന്നതാണ്. ഇത് ജെംസ് ഗാലറി എന്ന് പറയും. പറഞ്ഞാൽ മുത്തുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ ഒരു വണ്ടിയിൽ കയറിയിട്ട് എങ്ങനെയൊക്കെയാണ് അവർ മുത്ത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട ഈ മുത്തുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ജെംസ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു പ്രധാന സ്ഥലമാണ് തായ്ലൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ അത് ഫുള്ള് കാണിക്കുന്നുണ്ട്. അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, അതിന് പറ്റൂല. നമുക്കിത് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ അവരുണ്ടാക്കിയെടുത്ത ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല വിശാലമായ സ്ഥലം. നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം, ആവശ്യമുള്ളത് വാങ്ങാനൊക്കെ ഉള്ള സൗകര്യം കൂടെ ഉണ്ട്. മറിച്ച് വിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടുന്ന് മേടിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കലുമൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മളാണല്ലേ അത് എക്സിറ്റ് നമ്മളപ്പോൾ 被子的话呢，送的全部是2米乘2米3的天然的大被子。如果您家现在有这种弹簧床的话呢，工作人员优惠的话呢，大家可以过来找我啊。好，帮我问一下。അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി ഗാലറിയിട്ട് മുഴുവനും കണ്ട്
And everybody follow us. നമ്മൾ Follow പോവുകയാണ്. me. Follow Andy and Oi. We have ബാങ്കോക്കിലേക്ക് to make a line up for the boat. പോകലാണ് അടുത്ത And പരിപാടി. when you sit in the boat, ബാങ്കോക്കിലെത്തി please, we need to sit balance again. ശേഷം Same like speedboat, we need balance boat. Because the one is ബാങ്കോക്കിലുള്ള sometimes they 12 cannot സ്ഥലങ്ങളിൽ use പോകാനുണ്ട്. That's why you have കൂടുതൽ to sit balance. സ്ഥലങ്ങളിലേക്കും And when you sit മറ്റൊന്നും inside, you പോകാനുള്ളൊരു have to സമയം hold സൗകര്യമില്ല. inside the boat. The ഈ boat and പോകുന്ന outside the വഴിയിൽ boat. ഈ Otherwise you ബുദ്ധ see crocodile. ഗോൾഡൻ ബുദ്ധ ടെമ്പിളും മാർബിൾ ബുദ്ധ ടെമ്പിളും അങ്ങനെ 2 ടെമ്പിൾ കാണാനുണ്ട്. Inside the market also have crocodile meat, grilled crocodile meat. ഗോൾഡൻ നേരത്തെ പറഞ്ഞതുപോലെ 5.5 കിൻഡൽ ഗോൾഡിലുണ്ടാക്കിയ in the floating market until ഒരു 6 ബുദ്ധ o'clock. പ്രതിമ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലം. അതൊരു നല്ല വിശാലമായ മുകൾ ഭാഗത്തായതുകൊണ്ട് ചുറ്റും മുഴുവനും കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് അതാണുള്ളത്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റും കൂടെ കാണാം എന്ന് പറഞ്ഞ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് പറ്റിയിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മളെ പട്ടായയിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് വെള്ളത്തിലൂടെ അങ്ങനെ പോകുക. ഒരു വാലില്ലാത്തൊരു ആനൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ പോവുക. ചുറ്റുഭാഗമായ ഒരു മാർക്കറ്റാണ്. അത് ഉണ്ടാക്കിയെടുത്താണ്, ഹാൻഡ് മെയ്ഡാണ്, അത് ഒറിജിനലല്ല. അങ്ങനത്തെ ഒരു അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫ്രീ ആണ്. ടിക്കറ്റൊക്കെ ഫ്രീ ആണ്. ടിക്കറ്റ് ഫ്രീ അല്ല, നമുക്ക് പാക്കേജിൽ അതെല്ലാം ഉൾപ്പെടും. കണ്ടാളാ അപ്പോൾ ഇതിൽ കയറി നമ്മൾ പോവാണ് കേട്ടോ. ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ നേരത്തെ കോറൽ ഐലൻഡൊക്കെ കണ്ട നല്ല വൃത്തിയുള്ള അടിപൊളി സ്ഥലമായിരുന്നെങ്കിൽ ഇവിടെ ഇത് വേറെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉഷാറാണെങ്കിലും പക്ഷേ ഈ വെള്ളം ഭയങ്കര സ്മെല്ലാണ്. ഒരു രക്ഷയില്ല. വൃത്തി ഇല്ലാത്തൊരു വിധത്തിലുള്ള ഒരു സ്മെല്ല്. ഇവിടെ വന്നതോടുകൂടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥത തുടങ്ങി ഈ സ്ഥലത്ത്. ഇവിടുത്തെ ആ സ്മെല്ല് മുതൽ തന്നെ പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ആ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ കുറേ നടന്നിങ്ങനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഭയങ്കര സ്മെല്ല്. പ്രത്യേകിച്ച് മുതലിനെ ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന അത് ഇവരുടെ പ്രധാന വിഭവമാണ് മുതല ഫ്രൈ. അതൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനെല്ലാം വന്നു. ഏതായാലും അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്കിതിൽ കാണാം. വൃത്തിയില്ലല്ലേ? മറ്റേ കടലിൽ എന്താ വൃത്തി ഉണ്ടായി? ഇതുണ്ടാക്കിയതാന്ന് തോന്നുന്നു. ദുബായിൽ ഉണ്ടല്ലേ നല്ല വൃത്തിയുള്ള
നമ്മൾ സാധനമായി നേരത്തെ വെള്ളെടുത്തായിരിക്കും അങ്ങനെ കൊടുക്കുകนั่นนั่งเอียงไปด้วยแม่ അപ്പോൾ കുറേ ഭാഗം ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ കവർ ചെയ്ത് വന്ന് അവസാനം ഈ ഭാഗത്ത് പ്രത്യേകമുള്ള സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെയാണ് ഇവിടെ നിർത്തിയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ നടന്ന് കാണാം. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ഫോട്ടോ ഒക്കെ അവരെടുത്തിട്ട് ഫ്രെയിമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടു. നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് അവരൊരു ഫോട്ടോ എടുക്കും. തിരിച്ച് നമ്മൾ ഇതുപോലൊരു അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് അതൊരു ഫ്രെയിമാക്കി അവർ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് വരും. അതിന് 100 ബാത്ത് 50 ബാത്ത് ഇങ്ങനെയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബുക്ക് പോലെയുള്ള അതിൽ കുറച്ച് ഫോട്ടോകളുണ്ട്. അത് 100 ബാത്താണുള്ളത്. സംഗതിയൊക്കെ മെമ്മറീസാണ്. പക്ഷേ എങ്കിലും 100 ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു 250 രൂപ അതിന് നമ്മൾ കാണണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ അകത്തൂടെ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതൊക്കെ അതുപോലെയുള്ള ഫോട്ടോ ആട്ടോ നേരത്തെ കണ്ട ഫോട്ടോയാണ്. ഡോക്ടർ ചന്ദ്രപാൽ സാറുണ്ട്, എറണാകുളത്തുള്ള ആളാണ്. അദ്ദേഹം നമ്മളിപ്പോൾ ഉണ്ട്.
നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഒരു പാലം കണ്ടിരുന്നു. പാലത്തിൻ്റെ മുകളിൽ ആളുകളൊക്കെ കണ്ടിരുന്നു. അപ്പം നമ്മൾ ആ പാലത്തിൻ്റെ മുകളിലെത്തി. താഴെ വെള്ളത്തിലൂടെ ആളുകൾ വരുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാം. നമ്മൾ നേരത്തെ അതിലൂടെയാണ് ഇങ്ങനെ വന്നത്. അത് ഇതൊക്കെ ഒരു രസമാണ്. പക്ഷേ സ്മെല്ല് സഹിക്കാൻ വയ്യാത്ത സ്മെല്ലാണ്. എല്ലാവർക്കും ഒന്നും കുഴപ്പമുണ്ടാവില്ല. അത് കണ്ടോ, പാമ്പ്, തേള്, പല്ലി, കൂറ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചത് കൂടെ ഉണ്ട്. ആവശ്യാനുസരണം വാങ്ങാനും തിന്നാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് സ്മെല്ല് പോലും പറ്റുന്നില്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള മാറ്റം. ഇവിടെ എന്തോ ഡാൻസാണ്, എന്തോ ഒരു പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ വരുന്ന വഴിയിൽ അവർ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കുറച്ച് ആളുകളോടൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടൊക്കെ ഈ എന്താണ് ഹിജഡകൾ എന്ന് പറയുന്ന ആ വിഭാഗം ആളുകളാണെന്ന് തോന്നുന്നത് കൂടുതലും ഇവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ അവരാണ് കൂടുതൽ കാണുന്നത്. ആണോ പെണ്ണോ എന്ന് പെട്ടെന്ന് കാണുമ്പോൾ പെണ്ണാന്ന് തോന്നും. പക്ഷേ ആണുങ്ങളുടെ സ്വഭാവം ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വിഭാഗം ആളുകൾ ഇവിടെ കൂടുതലുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത്തരം ആളുകൾ ഡാൻസൊക്കെയാണ് കാണുന്നത്. അവർ പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ സ്മെല്ലാണ് സഹിക്കാൻ കഴിയാതെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട് മാർക്കറ്റിൽ വന്നിട്ടാണുള്ളത്. ഫ്രൂട്ട് മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ ഉള്ളതാണ്. എന്താണ് വലിയ മുതല. ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ടാണ് എനിക്ക് സഹിക്കാൻ കഴിയാതായത്. ഈ സ്മെല്ലും എല്ലാം കണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥമാണ്. വൈകുന്നേരം മുതൽ തുടങ്ങിയ അസ്വസ്ഥത പിന്നീട് അടുത്ത ദിവസം ബാങ്കോക്കൊക്കെ എത്തിയപ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ ഫ്രൂട്ട് മാർക്കറ്റിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഒരു വിമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ എയർ ഏഷ്യ ആണല്ലോ.
തായ് എയർ ഏഷ്യ എന്ന് പറയുന്ന വിമാനമാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട് മാർക്കറ്റിൽ. അൽജെ, എന്താ അവസാനത്തെ ആഗ്രഹം എന്താണ്? അവസാനത്തെ ആഗ്രഹം എന്താ പറഞ്ഞോ? ഫ്രൂട്ട് മാർക്കറ്റിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു എത്തിയതാണ് ഈ കടൽ തീരത്ത്. കൂടുതൽ ആളോ മറ്റൊന്നുമില്ല, തിരക്കൊന്നുമില്ല. അതിലൂടെ കുറച്ച് സമയം അങ്ങനെ നടന്നു, നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം അങ്ങനെ നടന്നു കണ്ടു, അത്രയേ ഉള്ളൂ. കുറേ ടീം വേറെ ഏതോ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നത് വരെ നമ്മൾ ഇതിലൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് സമയം ചിലവഴിച്ചു. നമ്മുടെ ഹോട്ടലത്തെ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ബുദ്ധ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ടല്ലോ, ബുദ്ധ ടെമ്പിൾ, ബുദ്ധക്ഷേത്രം, അവിടെ എത്തി. അത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്തും ഇതുപോലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കും, നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കും. നമ്മൾ തിരിച്ചതെല്ലാം കണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് അവർ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്ത് പുറത്തോടെ വെച്ചിട്ടുണ്ടാവും. അത് 50 ബാത്ത് 100 ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിൽക്കും. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ബുദ്ധ ക്ഷേത്രത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ. ഗോൾഡൻ ബുദ്ധ ഇത് അങ്ങനെ സൈഡിൽ കാണാം, നമ്മുടെ ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെ ചുറ്റുഭാഗം നല്ല വ്യൂ പോയിന്റ് ആണ്. ഈ സിറ്റി മുഴുവനും കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് കണ്ട് തിരിച്ചു പോവുകയാണ്. ഈ വാഴക്കൊല കണ്ടോ? ചില ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കാണാം അത്രയും വലിയ പഴം. ഞാനത് നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ അത്ര ഒരാളുടെ ഉയരത്തിൽ, 1.5 ആളുടെ ഉയരത്തിലുള്ള ഒരു പഴം. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഒക്കെ മുറ്റത്തുണ്ടാകും. പിന്നെ ഏതായാലും ഇവിടുന്ന് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇറങ്ങാണ്. അടുത്തൊരു ക്ഷേത്രം കേട്ടോ, മാർബിൾ ബുദ്ധ എന്നാണ് പറയുന്നത്. മാർബിൾ ബുദ്ധ ടെമ്പിൾ. ഇത് മുഴുവനും ഒരുപാട് മാർബിൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ, എല്ലാ ഭാഗവും മാർബിൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞത്. വേറെ എന്തൊക്കെയോ ചരിത്രങ്ങളൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ട് അങ്ങനെ പോയി.
പുറത്തിറങ്ങുമ്പോൾ ഓട്ടോറിക്ഷ കണ്ടു, ഓട്ടോ ടാക്സി. ഇവിടുത്തെ ഓട്ടോറിക്ഷ നോക്കുക, നല്ല വിശാലമായി ഇരിക്കാൻ പറ്റും കേട്ടോ. അതിലും കയറി ഇരുന്നാൽ കാലും നീട്ടി സുഖമായിട്ട് ഇരിക്കാം. കയറി നോക്കിയിട്ടൊന്നുമില്ല, എത്രയാണ് ചാർജ് എന്നുള്ളതൊന്നും ചോദിച്ചിട്ടില്ല. പല ചാർജ് ആയിരിക്കും, നമുക്ക് തോന്നുന്ന ചാർജ് ആവാനാണ് സാധ്യത. ഏതായാലും നമ്മൾ ബാങ്കോക്കിലെത്തി. ബാങ്കോക്ക് നൈറ്റ് വ്യൂ ആണ്. നമ്മൾ പർച്ചേസ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടവർക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സമയമാണ്. ബാങ്കോക്ക് സിറ്റിയിലാണതുള്ളത്. ഭയങ്കര രാത്രി സമയമാണെങ്കിലും നല്ല തിരക്കാണ്, ഇഷ്ടം പോലെ ആളുകളാണ് ഈ ഭാഗത്തുള്ളത്. ഗൾഫ് പ്രതീതിയാണ്. ബാങ്കോക്ക് മുഴുവനും നോക്കുമ്പോൾ അറബികളാണ്. അറബി വേഷത്തിലല്ല, സാധാ വേഷത്തിലാണ്, പക്ഷെ അറബികളാണ്. ഓരോ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ അവിടെയും മറ്റു സ്ഥലങ്ങളിലൊക്കെ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മസാജൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് തെബിലീക്ക് മസാജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ മറ്റു പലതും, ഈ ഹുക്കുകളൊക്കെ വലിച്ച് ഷീഷൊക്കെ വലിച്ച് അങ്ങനെ കടയുടെ മുമ്പിൽ കോഫി ഷോപ്പ് അങ്ങനെ ഒക്കെ ഇരിക്കുന്ന ആളുകളങ്ങനെ കാണാം. റോഡിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും ഈ പിന്നെ മസാജ് ചെയ്യുന്ന ആളുകളെ അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കാണാനല്ലാതെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകാത്തത് കൊണ്ട് പിന്നെ അത് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് ആപ്പിൾ സ്റ്റോറാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കൊരു ഐഫോൺ നോക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതായാലും അവിടെ ഒരു ആപ്പിൾ സ്റ്റോർ കണ്ടപ്പോൾ അവിടെ കയറി നോക്കിയിട്ട് വില വ്യത്യാസമുണ്ടോ, നാട്ടിലത്തെ പോലെയാണോ എന്നൊക്കെ നോക്കിയിട്ട് വില കുറവുണ്ടെങ്കിൽ വാങ്ങണം എന്നുള്ള രൂപത്തിലാണ്. നമ്മളെ കൂടെയുള്ള അയാളുടെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ്, അയാൾക്കല്ല. അപ്പോൾ ഏതായാലും അങ്ങനെ നോക്കാൻ വേണ്ടി ഞങ്ങൾ 2-3 പേര് അവിടെ കയറിയതാണ്. എത്രയോ ആളുകൾ ഇത് പിന്നെ വരുന്നു, ഇതെല്ലാം നോക്കുന്നു, ചെക്ക് ചെയ്യുന്നു, വാങ്ങുന്നു, പോകുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വില പേശാനൊന്നുമില്ല, എത്ര പൈസ ആണെങ്കിലും. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ പ്രൈസ് തന്നെയാണ് നമുക്ക് മനസ്സിലായത്. പ്രൈസ് അങ്ങനെ കുറവ് എന്ന് പറയാനില്ല, നാട്ടിലുള്ള ഏകദേശം സെയിം പ്രൈസാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. നല്ല വാറണ്ടി പ്രശ്നങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നാട്ടിൽ തന്നെ ആകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഇൻ്റർനാഷണൽ വാറണ്ടി ഒക്കെയാണ്, എന്നിരുന്നാൽ പോലും ഓരോ രാജ്യത്തിനൊരു സ്പെക്ക് ഉണ്ടാവും ഓരോ ഫോണ്. നമുക്ക് നമ്മുടെ നാട്ടിലത്തെ സ്പെക്ക് അനുസരിച്ച് ഫോൺ ഉപയോഗിക്കുന്നതാണ് നാട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ലത്. സ്ഥിരമായി യാത്ര ചെയ്യുന്നവരും വിദേശത്ത് പോകുന്നവരൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏത് സ്പെക്കാണെങ്കിലും വാങ്ങാവുന്നതാണ്. നേരത്തെ ഫോട്ടോ അടുത്ത് കയറി വന്നതാണ്. നമ്മളെ ഹോട്ടലിലെത്തിട്ടോ, ബാങ്കോക്ക് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഒരു റൂമിൽ 2 പേരാണ്. നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്, അതുപോലെ തന്നെ. ഇത് കുറച്ചും കൂടെ വലിയ ഹോട്ടലാണ്. 34 നിലയുള്ള ഒരു വലിയ ഹോട്ടലിലാണ് ഇന്ന് താമസിക്കുന്നത്. നമ്മളുള്ളത് 27ാം നിലയിലാണ്. അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. രാത്രിത്തെ ഒരു വ്യൂ ആണ്. 27ാം നിലയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. എന്താണെന്ന് പറയുക, അടിപൊളി വ്യൂ ആണ്. നല്ല അടിപൊളി ഹോട്ടലാണ്. ഇതിൻ്റെ ഒരു പകൽ വ്യൂവും കൂടെ ഞാൻ രാവിലെ കാണിച്ചു തരാം. AC ഇവിടെ ഓൺ ആക്കണം കേട്ടോ, ഓഫിലുള്ളത്. എല്ലാ സൗകര്യവും കേട്ടോ, ലോക്കർ സൗകര്യമൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. കൂടുതൽ സമയം നിൽക്കാൻ ടൈമിലാണ്. രാവിലത്തെ വ്യൂ നോക്കും നിങ്ങൾ, എന്താ രസം. 27ാം നിലയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാണത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇതിനേക്കാൾ ഒരു കിടിലം വ്യൂ ഉള്ളത്. നമ്മളിപ്പോൾ സഫാരി വേൾഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്, സഫാരി വേൾഡിലെത്തി. സഫാരി വേൾഡ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ പല കാഴ്ചകളും നമുക്കിവിടെ വിവിധ ഷോകളുണ്ട്. എലിഫൻറ്റ് ഷോ, മങ്കി ഷോ, അതുപോലെ
അതുപോലെ ഡോൾഫിൻ ഷോ, അങ്ങനെ പല ഷോകളുണ്ട്. അതുകൊണ്ട് ലഭ്യമായ വീഡിയോകൾ മാത്രം അതിൽ വെക്കുന്നുണ്ട്. കുറെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഇതൊന്നും കണ്ടീഷൻ മാത്രമേ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിലങ്ങനെ വിവിധ ഷോകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ല, മുതലൻ്റെ ഫ്രൈൻ്റെ സ്മെല്ലും മാർക്കറ്റിലെ സ്മെല്ലും എല്ലാം കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് വയറ് വേദനയും തലവേദനയും ഒക്കെ ഉണ്ടായി. അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഷോകളൊക്കെ ഇതൊന്നും ശരിക്കും കാണാൻ വീഡിയോകളൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല. ഡിഫറെൻ്റ് ഷോൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ഉണ്ട്. പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനൊന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഷോൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഛർദ്ദിച്ചു. പുറത്തിറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു. അവിടെ തന്നെ ഫസ്റ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ക്ലിനിക്ക് പോലുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അവിടെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അവിടെ കൊണ്ടുപോയി വണ്ടി വന്നു. ഫസ്റ്റ് അതിൻ്റെ വണ്ടി വന്ന് നമ്മളെ അതിന് ഭംഗി നമ്മൾ അവിടെ കൊണ്ടുപോയി. അപ്പോൾ എന്നിട്ട് അവിടുന്ന് ഒരു മരുന്നതെല്ലാം തന്നു. 2 മണിക്കൂർ ഫസ്റ്റ് എടുക്കാൻ തുടങ്ങി. ആഹാരങ്ങളൊന്നും കഴിക്കാൻ അങ്ങനെ ബാക്കിയുള്ള ഷോകൾ സത്യം പറഞ്ഞാൽ കാണാൻ കഴിയുന്നില്ല. ഭാഗങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ നമ്മൾ സഫാരി വേൾഡിൽ അതിൻ്റെ ഒരു സൈഡിൽ സഫാരി പാർക്കുണ്ട്. പക്ഷെ ആ പാർക്കിൽ നമുക്ക് ബസ്സിലോ വാഹനത്തിലോ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഇടയിലൂടെ ഒക്കെ മൃഗങ്ങളൊക്കെ യഥേഷ്ടം വിഹരിക്കുന്നതാണ്. ഇടയ്ക്ക് റോഡുണ്ടെന്ന് മാത്രം. ഇത് മൃഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വാഹനത്തിൽ മാത്രം ആളുകൾക്ക് റോഡിലൂടെ ഇങ്ങനെ കറങ്ങിയ എല്ലാ ഭാഗത്തും ഇങ്ങനെ കറങ്ങി കാണാം. ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഇതാണ് സഫാരി പാർക്ക്. ഇതിൻ്റെ തൊട്ടടുത്ത് സഫാരി വേൾഡിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇതുള്ളത്. അതും കൂടെ നമ്മൾ അതിൻ്റെ അടുത്ത് കണ്ടു. Papa kami baby hello. Hello, are you? Oh, very nice, very cute. Because it's baby, a breeding time. Winter time, breeding time, you can see the many birds. And you know this area is used to be this area. A long time ago, before Safari World, we have rice field. Now this area got rice field, rice plantation. And then even nowadays you have some days you have rice, rice field. Rice field. So many kinds of birds come here because of we have food, we have place. അപ്പോൾ ഇതിൻ്റെ ഇടക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയും മറ്റൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ക്ലിനിക്കിൽ അവിടെയുള്ള ഫസ്റ്റ് ക്ലിനിക്കിലൊന്ന് ഒരു മരുന്നെല്ലാം തന്ന് അവിടെ കുറച്ച് നേരം കിടത്തി. അവിടുത്തെ ഫോട്ടോ ഒക്കെയാണത്. 2 മണിക്കൂർ അവിടെ റെസ്റ്റ് എടുത്തു. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ച് ബസ്സിൽ കയറി റൂമിലേക്ക് പോയി. പക്ഷേ ഭയങ്കര അസ്വസ്ഥത ശരിക്കും മാറിയിട്ടില്ലായിരുന്നു. തിരിച്ച് നാട്ടിലെത്തുന്നത് വരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നാട്ടിലെത്തി പിന്നെ ഇവിടുന്ന് ഡോക്ടറെ കണ്ട് മരുന്നുകളൊക്കെ വാങ്ങി അതിന് ശേഷം ഇത് നമ്മൾ എയർപോർട്ടിലാട്ടോ, ബാങ്കോക്ക് എയർപോർട്ടിലുള്ള ലോഞ്ചാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലോഞ്ചിൽ കയറിയതാണ്. എല്ലാ കാർഡുകൾക്കും
ലോഞ്ച് സൗകര്യം കിട്ടാറില്ല, ചില കാർഡുകൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ അത് ഏതായാലും എൻ്റെതിന് കിട്ടി. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന എയർ ഏഷ്യയാണ്. അപ്പോൾ എയർ ഏഷ്യ വിമാനമാണ്. ഇതിൽ നമ്മൾ യാത്ര എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് വിമാനത്തിൽ കയറി കൊച്ചി എയർപോർട്ടിൽ തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ്. ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് നേരത്തെ നമ്മൾ ഇറങ്ങിയ സെയിം എയർപോർട്ടാണ്. DMK എന്ന് പറഞ്ഞ ഡുവാങ്ബാങ് എയർപോർട്ടാണ്. അതിൽ നിന്ന് ഉയരുന്ന ആ സമയത്തുള്ള ഒരു ദൃശ്യമാണ് കാണുന്നത്. രാത്രി ഉള്ള നല്ല ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഈ യാത്ര നമ്മൾ നെടുമ്പാശ്ശേരി എത്തി, അവിടെ നിർത്തി. അവിടെ നിന്ന് നമ്മൾ പിന്നെ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ കൂടെ നമ്മൾ കാറിൽ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ഏകദേശം ഒരു സുബഹിൻ്റെ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് എത്തി. നാട്ടിലെത്തിയിട്ട് നമുക്ക് ചികിത്സിക്കാനും സാധിച്ചു. അങ്ങനെ നല്ല ഒരു സന്തോഷകരമായൊരു യാത്ര. നമ്മൾ ഈ അപെക്സ് ടോക്കൺ എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസി കമ്പനിയുടെ കീഴിൽ അതുപോലെ പലതും കേട്ടിട്ടുണ്ടെങ്കിലും എല്ലാം പലതും ഉടായ്പ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ ഇത് വളരെ സത്യസന്ധമായി വളരെ നല്ല നിലയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കീഴിൽ നമുക്ക് ഇങ്ങനെ നല്ലൊരു യാത്ര ആസ്വദിക്കാൻ സാധിച്ചു. വരും മാസങ്ങളിൽ മലേഷ്യ, ബാലി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഈ അപെക്സ് ടോക്കണുമായി കൂടുതൽ അറിയാനോ മറ്റോ ആഗ്രഹിക്കുന്ന ആളുകളും അതിൽ പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് ചെയ്തിട്ട് വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അതിൽ ചേരാവുന്നതാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു പ്രോജക്റ്റാണ്. വിവിധങ്ങളായ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. കേവലം നമ്മളൊരു പൈസ ഇട്ട് അതിൻ്റെ ഒരു റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇങ്ങനെ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, വേറെ ഒരുപാട് പദ്ധതികൾ അതിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉടായ്പിൻ്റെ രീതിയിലല്ല. ഉടായ്പാണെങ്കിൽ അവർക്ക് പേരിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തന്നെ ആളെ പറ്റിച്ചൊരു കൊല്ലം മുന്നോട്ട് പോയി. ഇത് ഓൾറെഡി ഒരു കൊല്ലം കഴിഞ്ഞു. വിവിധ പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 6 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മാസത്തിൻ്റെ ഉള്ളിൽ കൂപ്പണിൽ ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 4-5 മാസത്തോടുകൂടെ ബിനാൻസിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും അപെക്സ് ടോക്കൺ. ഇപ്പോൾ തന്നെ നമുക്ക് വാങ്ങാനും വിൽക്കാനും എല്ലാം സാധിക്കും. വരും എന്ന് പറയുന്ന ഒരു കോയിനല്ല, അത് ഓൾറെഡി വന്നിട്ടുണ്ട്. വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു കോയിന് $1 വില ഇപ്പം തന്നെ ഉണ്ട്. അപ്പം അത് ആവശ്യമുള്ള ആളുകൾ, അതിനെ കൂടുതൽ അറിയാനുള്ള ആളുകൾ വാട്സപ്പിൽ ബന്ധപ്പെടും. ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.